എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് സോയാ ചങ്ക്സ് കൊണ്ടൊരു കുട്ടി റെസിപ്പി ഷെയർ ചെയ്യാനാണ് പോകുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ എൻ്റെ രീതി കാണിച്ചു തരാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ കുറച്ച് ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ ഈ കാണുന്ന പരുവത്തിൽ അരച്ചെടുക്കാം. ശേഷം സോയാ ചങ്ക്സ് പാകത്തിന് ഉപ്പിട്ട് വേവിച്ച് വയ്ക്കുക. വേവിച്ച് വെച്ച സോയാ ചങ്ക്സിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അത് പിന്നെ എങ്ങനെയാണല്ലോ, അമ്മമാർ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും കുട്ടികൾ എണീറ്റ് വരുന്നത്. ഞാൻ കുക്ക് ചെയ്യാൻ വന്നപ്പോൾ കിച്ചു ഉറങ്ങുമായിരുന്നു, പക്ഷെ ഇപ്പം എണീറ്റു. പണ്ടത്തെ സിനിമയിലാണ് ഞാൻ ഇത്തരം ടോയ്സൊക്കെ കണ്ടിട്ടുള്ളത്, അല്ലാതെ ഈ ഇടയായിട്ട് ഞാൻ ഇങ്ങനത്തെ ടോയ്സ് ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, കാരണം നല്ല കളർഫുള്ളും നല്ല ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അടുപ്പിലോട്ട് ഒരു കടായിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം സോയ ചങ്ക്സ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ പരിപാടി ഖത്തം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുക. നമുക്കിതൊരു മൊരിഞ്ഞ് കിട്ടണം. വീടും പരിസരവും വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നേരത്തെ കണ്ട മരം വെട്ടൽ. മരം വെട്ടുന്നതിനിടെ ഞാൻ ഇവിടുത്തെ മിന്നൽ മഹേഷിനെ കണ്ടു. ആരും പേടിക്കണ്ട, ജീവനോടെ തന്നെയുണ്ട്. എനിവേസ്, ബാക്ക് ടു റെസിപ്പി. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് പാകം. ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കണം. ഇനി എന്താ, ഇനി കഴിച്ചാൽ മതി. തിരക്കിനിടയിൽ ഗാർണിഷ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് ബീം ബിന്ധ്യ. ടാറ്റാ.